സ്നേഹം എന്നത് പ്രയാസകരമായ ഒരു ദൗത്യമാണ്. വളരെ കടുപ്പം തന്നെയാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ സ്നേഹം നമുക്ക് വളരെ ജെന്യുവൻ ആയിട്ട് ഇങ്ങോട്ട് കിട്ടുക എന്നുള്ളത്. നമ്മളെ അവര് കെയർ ചെയ്യുന്നുണ്ടോ, പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ടോ, അവർ വളരെ ആത്മാർത്ഥമായിട്ടാണോ സ്നേഹിക്കുന്നത്? ഇങ്ങനെ ഒരു 100,000 ചോദ്യങ്ങളും ഒരുപാട് വെല്ലുവിളികളും പ്രതിസന്ധികളും ഒക്കെ വരുന്ന ഒരു സംഭവ വികാസത്തെയാണ് നമ്മൾ സ്നേഹബന്ധം എന്നൊക്കെ പറയുന്നത്, അല്ലെ? എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചില കാര്യങ്ങൾ ഉറപ്പിച്ചാൽ മാത്രമേ ഒരു ബന്ധത്തിൽ നമുക്ക് നിൽക്കാൻ സാധിക്കുകയുള്ളൂ. നമസ്കാരം, ഞാൻ വിദ്യ നായർ, ഒരു ഹോളിസ്റ്റിക് മെന്റൽ വെൽബീയിങ് പ്രാക്ടീഷണർ ആണ്, റിലേഷൻഷിപ്പ് കോച്ചാണ്, ഇമോഷണൽ വെൽബീയിങ് പ്രാക്ടീഷണർ ആണ്. അതായത് ബന്ധങ്ങളുടെ മനഃശാസ്ത്രവും വൈകാരിക നിയന്ത്രണവുമാണ് കൂടുതലായിട്ട് ഞാൻ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരു ഏരിയ. ഇന്നിപ്പോ നമ്മൾ പറഞ്ഞത് സ്നേഹം കുറച്ച് കടുപ്പമാണ് എന്നത് തന്നെയാണ്. കാരണം ബന്ധങ്ങളുടെയൊക്കെ തുടക്കത്തിൽ നമ്മൾ എന്ത് ചെയ്യും? ആവേശത്തോടു കൂടി സ്നേഹിക്കും. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് പല വിധത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകും, അവർക്ക് ഒരുപാട് പ്രതീക്ഷകൾ കൊടുക്കും. നമ്മുടെ എല്ലാ സമയവും നമ്മൾ മാറ്റിവെച്ച് ഈ ബന്ധത്തെ അങ്ങോട്ട് വർക്കൗട്ട് ആക്കി എടുക്കാനായിട്ട് നോക്കും. എന്നാൽ പിന്നീട് അതൊന്നും നടക്കണം എന്നില്ല. കാരണം നമുക്കറിയാം നമ്മുടെ ലൈഫിൽ ഇന്ന കാര്യങ്ങൾക്കാണ് പ്രയോറിറ്റി ഉള്ളത്. അപ്പൊ അതിനൊക്കെ ഒരു സമയം മാറ്റി വെച്ചിട്ടേ നമുക്ക് ഈ ബന്ധത്തിലേക്ക് ഇൻവോൾവ് ആകാൻ പറ്റൂ. തുടക്കത്തിൽ നിങ്ങൾ ജെന്യുവൻ ആയിട്ട് തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്നവർ വിചാരിക്കും ഇതാണ് നിങ്ങൾ അവർക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന സമയം എന്നൊക്കെ. അതായത് ഒരു റിയാലിറ്റി ഫേസിലേക്ക് നിങ്ങൾ കടക്കുന്ന ഒരു സമയത്ത് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ മുൻപ് എന്നെ നന്നായിട്ട് പ്രയോറിറ്റൈസ് ചെയ്യുമായിരുന്നല്ലോ, മുൻപ് കുറച്ചുകൂടി കെയർ ഉണ്ടായിരുന്നല്ലോ, എന്തുകൊണ്ട് ഇവർ അകൽച്ച ഇപ്പൊ കാട്ടുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും. അതായത് ഏതൊരു ബന്ധത്തിന്റെയും ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റും ഒരു എൻഡിങ് പോയിന്റും ഉണ്ട്. ഇതിനിടയിൽ നിങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതാണ് ആ ബന്ധത്തെ ഡിഫൈൻ ചെയ്യുന്നത്. തുടക്കത്തിൽ ഇത്രയും സ്നേഹം ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ എൻഡ് ചെയ്തപ്പോൾ മാത്രമാണ് ആ ബന്ധം വളരെ ബുദ്ധിമുട്ടായതെന്നൊന്നും ആരും പറയാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനിടയിൽ നിങ്ങൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നത് കൂടി വളരെ നല്ല രീതിയിൽ, ആത്മാർത്ഥമായ രീതിയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പൊ തുടക്കത്തിൽ വെറുതെ അനാവശ്യമായിട്ടൊരു ആവേശം കാട്ടേണ്ട കാര്യമില്ല. പരസ്പരം മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുക്കുമെന്നുള്ളത് രണ്ടുപേരും മനസ്സിലാക്കുക. സ്നേഹം എപ്പോഴും ഒരു ഗ്രാജുവൽ ആയിട്ട് ഉണ്ടായി വരുന്ന പ്രോസസ്സാണ്. നിങ്ങൾ ആവേശത്തോടു കൂടി സ്നേഹിക്കുകയും ഈ വ്യക്തിക്ക് നിങ്ങളെ പിരിയാൻ പറ്റാതാവുകയും നിങ്ങൾക്ക് അവരെ പിരിയാൻ വയ്യാത്ത തരത്തിലുള്ള എഫേർട്ട് എടുക്കുകയും സമയമെടുക്കുകയും ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് വീഴുന്നത് ഒരുപക്ഷെ ഒരിക്കലും നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു വ്യക്തിക്കൊപ്പമുള്ള ഒരു ജീവിതമായിരിക്കാം, അല്ലെങ്കിൽ നഷ്ടപ്പെടും എന്നുള്ള ഒരു വ്യക്തിയായിരിക്കും നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുക. സ്നേഹം എന്നത് പ്രയാസകരമായിട്ടുള്ള ഒരു ദൗത്യമാണ്. പരസ്പരം ബഹുമാനിക്കാൻ പറ്റും, പരസ്പരം സ്നേഹിക്കാൻ പറ്റും, പരസ്പരം മനസ്സിലാക്കാൻ പറ്റും, പരസ്പരം ഒരുപോലെ എഫേർട്ട് എടുക്കാൻ പറ്റും എന്നുള്ള ബന്ധത്തിൽ മാത്രമേ നിങ്ങൾ നിൽക്കാൻ പാടുള്ളൂ. അത് ഉറപ്പിച്ചുകൊണ്ട് വേണം സ്നേഹം എന്ന ഏറെ കടുപ്പമുള്ള, ഏറെ പ്രയാസകരമായിട്ടുള്ള ആ ദൗത്യത്തിന് ഇറങ്ങി പുറപ്പെടാൻ. നന്ദി.